കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൊറഫിന്റെ എക്സസൈസ് ഒക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഫീല്, മാലി, മുസ്ബത്ത്, ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ വർക്കുകൾ നമ്മൾ നോക്കിയില്ലേ? ഓക്കെ, ഇപ്പൊ സ്ക്രീന് കാണുന്നുണ്ടല്ലേ? ഇപ്പൊ അതല്ലായിരുന്നു അത്. നമ്മള് ഒരുപാട് ആക്ടിവിറ്റീസ് പറഞ്ഞിരുന്നു അല്ലേ? അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മള് അവസാനം പറഞ്ഞ ഒരു സാധനം ഉണ്ട്. ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശമാണ് ഈ ആക്ടിവിറ്റികൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ വെറും സൊറഫാക്കി ഫാല ഫാല എന്ന് പറഞ്ഞതുകൊണ്ടും മാഫാല മാഫാല എന്ന് പറഞ്ഞുകൊണ്ടും നമുക്ക് അറബി പഠിക്കണമെന്നില്ല. അറബി പഠിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവും. കൂടുതൽ പെട്ടെന്നും കൂടുതൽ എഫക്റ്റീവായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പ്രാക്ടീസസും കൂടി ചെയ്തു നോക്കണം. അപ്പോഴാണ് പെട്ടെന്ന് കാര്യങ്ങൾ റെഡിയാവുക. പിന്നെ അതുപോലെ തന്നെ ഈ ലാംഗ്വേജിന്റെ സ്ട്രക്ചറാണ് നമ്മൾ ഈ സൊറഫിലൊക്കെ പഠിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ്സ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതും ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് പുതിയ വാക്കുകൾ കിട്ടിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ചേർക്കുന്ന വാക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ മദ്രസയിൽ എന്നെങ്ങനെ പറയും, മദ്രസയിലേക്ക് എന്നെങ്ങനെ പറയും. ഇപ്പോൾ ഫിൽ മദ്രസ എന്ന് പറഞ്ഞാലാണ് മദ്രസയിൽ എന്നർത്ഥം. ഇലൽ മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസയിലേക്ക് എന്നർത്ഥം. ഇനി മദ്രസയിൽ നിന്നാവുമ്പോൾ മിനൽ മദ്രസ എന്നാണ് പറയാം. അപ്പൊ അതുപോലുള്ള കുറെ ലിങ്കിങ് വേർഡ്സ് ഉണ്ട്, പിന്നെ ഫീലുകളുണ്ട്, പിന്നെ ഓരോ സ്ഥലങ്ങളെ പേരുകളുണ്ട്. ഇതൊക്കെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഒരു നോട്ട്ബുക്കിലെങ്ങാനും ഈ പുതിയ വാക്കുകളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാവും. പിന്നെ ഓരോ ദിവസവും നമ്മുടെ വൊക്കാബുലറി ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാനും പറ്റും. ഓക്കെ, അപ്പോ ഈ വർക്കുകൾ കണ്ടോ? ഇതായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്യണം എന്ന് പറഞ്ഞ സാധനം. ഖറജത്ത് ഇംറാത്തുൻ മിനൽ ഉർഫ അങ്ങനെ പറഞ്ഞ കുറച്ച് വർക്കുകൾ. അപ്പോൾ ഇവിടെയുള്ള ആക്ച്വലി വർക്ക് എന്തായിരുന്നു വെച്ചാല് ഈ അണ്ടർലൈൻ ചെയ്ത സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഫെയിലും അതിൻ്റെ ഒരു ഫായിലും ഉണ്ട്. അപ്പൊ അത് രണ്ടും മാറ്റിയിട്ട് ഈ ബ്രേക്കറ്റിലുള്ള ഫെയിലും അതിന്റെ ഫായിലും കൊടുക്കുക വേണ്ടത്. അപ്പൊ ഫസ്റ്റ് നോക്കൂ, ഖറജത്ത് ഇംറാത്തുൻ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. ഖറജത്ത് ഇംറാത്തുൻ മിനൽ ഉർഫ. ഉർഫ എന്ന് പറഞ്ഞ റൂമിൽ നിന്നും സ്ത്രീ പുറത്തേക്ക് വന്നു. ഒരു റൂമിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് മാറ്റിയിട്ട് ഈ ദഹല എന്നാക്കണം. നമുക്ക് ദഹല എന്നാക്കണം. റൂമിലേക്ക് കടന്നു. ദഹല എന്ന് പറഞ്ഞാൽ റൂമിലേക്ക് കടന്നു. ഖറജ പറഞ്ഞ റൂമിൽ നിന്ന് വരിക, ദഹല പറഞ്ഞ റൂമിലേക്ക് കടക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയാണ് ഈ ഒരു സെന്റൻസ് മാറ്റേണ്ടത്. പിന്നെ ഹുവ, ഈ അവൾ എന്നുള്ളത് ഒരു ഇമ്രാത്ത് എന്നുള്ളത് മാറ്റിയിട്ട് ഹുവ എന്നാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഉപയോഗിക്കുക? മാഷാ അല്ലാ, വെരി ഗുഡ്. ദഹല ഇലൽ ഉർഫ. ദഹല എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഹുവ ഉണ്ടാവും. ഓക്കെ, അതിൽ നമീർ ഹുവ ഉണ്ട്. സോ അവൻ ഒരു പുരുഷൻ എന്നാണ് ഓൾറെഡി അർത്ഥം. പിന്നെ ഉർഫ എന്ന് പറയുമ്പോൾ റൂമാണ്. അപ്പൊ ഇലൽ ഉർഫ എന്നാവും, കാരണം റൂമിലേക്ക് പ്രവേശിച്ചു എന്നാണ് നമുക്ക് ഇവിടെ പറയേണ്ടത്. ഓക്കെ, അടിപൊളി. അറബി പഠിക്കുന്നുണ്ട്, മാഷാ അല്ലാ. ഇനി റജ, അടുത്ത നോക്കൂ. റജ അഖി മിനൽ സൗദിയ.
എന്റെ ബ്രദർ സൗദിയിൽ നിന്നും റജ എന്ന് പറഞ്ഞാൽ മടങ്ങി വരാന്ന്, റിട്ടേൺ മടങ്ങി വന്നു എന്നാണ് അർത്ഥം. അപ്പോ അത് മാറ്റിയിട്ട് എങ്ങനെയാക്കണം? അമില ഉമ്മുക്ക. അമില എന്ന് പറഞ്ഞാല് ജോലി ചെയ്യാണെന്ന്, ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മ. ഓക്കെ, അത് നമ്മൾ പഠിക്കനി എങ്ങനെയാണ് അങ്ങനെ വരിക എന്നുള്ളത്. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മ, ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മ എന്നായി അർത്ഥം. അപ്പൊ നിന്റെ ഉമ്മ എന്നുണ്ട്, ഇവിടെ അമില എന്നുണ്ട്. അപ്പൊ അത് ഇവിടെ വരുമ്പോ എന്താണ് മാറ്റം വരിക രണ്ടാമത്തതില്? ഇപ്പൊ നിന്റെ ഉമ്മ സൗദിയിൽ ജോലി ചെയ്തു എന്നാണ് പറയേണ്ടത്. അതെങ്ങനെ വരിക? അമീല എന്നാണ് വരിക? ഉമ്മ ആണാണോ പെണ്ണാണോ? ഓക്കെ ഓക്കെ. അമിലത്ത് ഉമ്മുക്ക ഫി സൗദിയ എന്ന് വരിക. അമിലത്ത് ഉമ്മുക്ക ഫി സൗദിയ. അപ്പൊ എന്താണ് അർത്ഥം? നിന്റെ ഉമ്മ സൗദിയിൽ ജോലി ചെയ്തു എന്നാണ് അർത്ഥം വരിക. അമിലത്ത് ഉമ്മുക്ക ഫി സൗദിയ എന്ന് വന്നു. ഓക്കെ, അത് ക്ലിയർ ആവുന്നില്ലേ? എല്ലാരും ഒന്ന് പ്രതികരിച്ചാൽ സന്തോഷം. ക്ലിയർ ആവുന്നുണ്ടോ സെന്റൻസ് ഉണ്ടാക്കുന്നത്? ഇവിടെ നമ്മൾ പഠിച്ച ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. നമ്മൾ പഠിക്കുന്നത്, ഫോക്കസ് കൊടുക്കുന്നത് അതാണ്, ഈ അണ്ടർലൈൻ ചെയ്ത സംഭവം. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ചേർക്കുന്നതാണ്. അതും മനസ്സിലാക്കാനുള്ളതാണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നതാണ്. ഇപ്പൊ ഒരു ഫീല് വന്നാൽ, ഇപ്പൊ കണ്ടോ, റജ ആഹി എന്നുള്ളത്, ആഹ് മടങ്ങി വന്നപ്പോ റജ എന്നാണ് പറഞ്ഞത്. അതിന് പകരം ഉമ്മാനെ പറ്റിയാണ് പറയണതെങ്കിൽ അമിലത്ത് എന്ന് ചേർക്കണം. കാരണം എന്താ? ഉമ്മ എന്ന് പറഞ്ഞാൽ ഹിയ എന്നുള്ള ലമീറിന്റെ സ്ഥാനത്താണ്, ഓയിബായ ഹിയ എന്ന ലമീറിന്റെ സ്ഥാനത്താണ് ഈ ഉമ്മ വരിക. സോ നമ്മൾ സൊറഫാക്കി വെക്കും, അമില അമില അമിലു, അമിലത്ത് വന്നു, ഹിയ എന്നതിന്റെ ലമീറിന്റെ സ്ഥാനത്താണ്. അപ്പൊ അമിലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ സെന്റൻസ് ഉണ്ടാക്കും. ഓക്കെ, ക്ലിയർ ആയില്ലെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കാം. മാ വസല സ്വദീഖി ഇലൽ മദ്രസ. മാ എന്തോ ചോദിക്കാനുണ്ടോ? മാ വസല സ്വദീഖി ഇലൽ മദ്രസ. എന്റെ ഫ്രണ്ട് മദ്രസയിൽ എത്തിയിട്ടില്ല. വസല എന്ന് പറഞ്ഞാൽ എത്തുക. സ്വദീഖ് എന്റെ ഫ്രണ്ട് എത്തിയില്ല, ഇൽ മദ്രസ മദ്രസയിലേക്ക് എത്തിയിട്ടില്ല. അവിടെ നമ്മൾ എന്താ ചേർക്കേണ്ടത്? ദഹബ അന. അന ഞാനുണ്ട്, ദഹബയുണ്ട്. ഞാൻ മദ്രസയിലേക്ക് പോയി എന്നാണ് ചേർക്കേണ്ടത്. വെരി ഗുഡ്. ദഹബ്തു ഇലൽ മദ്രസ എന്നാണ് വരിക. ദഹബ്തു ഇലൽ മദ്രസ പറഞ്ഞാൽ ഞാൻ മദ്രസയിലേക്ക് പോയി. ഇപ്പൊ അറബികൾ പറയുമ്പോൾ അങ്ങനൊന്നും അല്ലല്ലേ, ഒരു റൂഹാണ് പറയാ, വിൻ റുഹ്തു എന്നൊക്കെയാ പറയാ. ശരി. ഇവിടൊക്കെ വെയിൻ റാഹയും പറയലുണ്ട്, പറയാറില്ല. ഓക്കെ ഓക്കെ. ഇനി മാ വസല സ്വദീഖുള്ളത്, അപ്പൊ ദഹബ്തു ഇലൽ മദ്രസ എന്ന്. ഇനി കുത്തില റജുലുൻ ഫിൽ മഅറക. യുദ്ധത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു. അത് മജ്ഹൂലാണ്. കുത്തില റജുലുൻ ഫിൽ മഅറക. അപ്പൊ അതെന്താക്കണം? കുബിലൻ നിസ ആക്കണം. യുദ്ധത്തില് ഒരു പുരുഷൻ കൊല്ലപ്പെട്ടു എന്നുള്ളത് കുബില നിസാവ്. നിസ എന്ന് പറഞ്ഞാൽ കുറെ പെണ്ണുങ്ങൾ കേട്ടോ. നിസ എന്ന് പറഞ്ഞാല് സ്ത്രീ എന്ന് പറയണ, സ്ത്രീകൾ, എന്താ പറയാ, പെണ്ണുങ്ങൾ എന്നൊരു ജമ്മിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോ ഇവിടെ എങ്ങനെ ഉപയോഗിക്കും? കുത്തില റജുൽ ഫിൽ മാറക്ക എന്നാണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് സ്ത്രീകൾ പിടിക്കപ്പെട്ടു എന്നാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടി വരും?
ആ കുബിലനൻ നിസാഉ ഫിൽ മാറക്ക എന്നാക്കണം. ഇനി മാ കറ ഹാലി റിസാലത്തൻ. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. കുബിലനൻ നിസാവ് എന്നാക്കണം. അപ്പൊ നിസാവ് എന്ന് പറയുമ്പോൾ നമ്മള് നോക്കേണ്ടത് ഹുന്ന എന്നുള്ള ഉയർന്ന സ്ഥാനത്താണ്. ഓക്കെ, കുറെ സ്ത്രീകളുണ്ടല്ലോ, അതും ഇവിടെ ഇല്ലാത്ത സ്ത്രീകളാണ്, ഓരെ പറ്റി ഗായിബായ സ്ത്രീകളാണ്. അപ്പൊ അവരെ പറ്റി പറയുമ്പോൾ കുബിലന എന്നായിരിക്കും കൊണ്ടുവരേണ്ടത്. സൊറഫ് വേണ്ടി വരാം, ആ വെർബ് വേണ്ടി വരാം. ഈ മാ കറ ഹാലി റിസാല, എന്റെ ഹാല്, ഹാല് എന്ന് പറഞ്ഞാൽ അങ്കിള്, ഹാല് എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ബ്രദറിനാണ് ഹാല് എന്ന് പറയാം. ഉപ്പാന്റെ ബ്രദേഴ്സിന് അമ്മ എന്നാ പറയാം. അതും ഇംഗ്ലീഷിൽ അങ്കിൾ തന്നെയാണ്. അതിന് അറബിയിൽ അമ്മ എന്നാ പറയാം. ഉപ്പാന്റെ ബ്രദർ സിസ്റ്ററിനാണ് അമ്മത്ത് എന്ന് പറയാം. അമ്മ എന്ന് പറഞ്ഞാൽ എളാപ്പ മുത്താപ്പമാര്, അമ്മത്ത് എന്ന് പറഞ്ഞാൽ അമ്മായി. മലപ്പുറത്ത് അങ്ങനെ പറയില്ല, എല്ലായിടത്തും അങ്ങനെ എനിക്കറിയില്ല. ഇനി ഹാല് എന്ന് പറഞ്ഞാൽ ഹാലത്ത് എന്ന് പറഞ്ഞാല് ഉമ്മാന്റെ ബ്രദർ, ആങ്ങളെയോ അല്ല ആങ്ങളമാര്, അവർക്കാണ് ഹാല് എന്ന് പറയാം. ഹാലത്ത് എന്ന് പറഞ്ഞാല് ഉമ്മാന്റെ സിസ്റ്റേഴ്സ്, എളാമ മുത്തമ്മ അവരൊക്കെ. ഓക്കെ, അപ്പോ മാക്കറ ഹാലി റിസാല, എന്റെ അങ്കിൾ എന്ത് വായിച്ചില്ല, കത്ത് വായിച്ചില്ല എന്ന് പറഞ്ഞു. അത് മാറ്റിയിട്ട് കത്തബ അമ്മത്തി, അമ്മത്ത് കിതാബത്ത് അല്ല, ഒരു ലെറ്റർ എഴുതി, അമ്മത്ത് ലെറ്റർ എഴുതി എന്നാണ് വേണ്ടത്. അപ്പൊ അവിടെ എങ്ങനെ ഉപയോഗിക്കും? സോറി, എഴുതി എന്നല്ല കേട്ടോ, എഴുതിയിട്ടില്ല എന്നാ ഉപയോഗിക്കേണ്ടത്. കാരണം മാ ഉണ്ടല്ലോ ഇവിടെ, മാ ഒന്ന് നെഫി ആവുമല്ലോ. ഒന്ന് പറഞ്ഞു നോക്കൂ. ഓക്കെ, മാ കത്തബത്ത് അമ്മത്തി റിസാല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്പീഡ് ബാക്കിയുള്ള പോവാം. ഇനി ഇനി താഴെയുള്ള ജുംലകള് നഫിയാക്കാനാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം കൂടി ഞാൻ പറയാം, അപ്പൊ നമുക്ക് പുതിയ വേർഡ്സ് ഒക്കെ പഠിക്കാനും പറ്റും, പിന്നെ അത് നഫിയാക്കുക എങ്ങനെയാന്ന് പഠിക്കാൻ പറ്റും. അപ്പോ മാദിയായ പേരുകൾ നഫിയാക്കാൻ എന്താ ചെയ്യേണ്ടത്? മാദിയായ ഒരു ഫീല് നഫിയാക്കാൻ വേണ്ടിയിട്ട്, മാദി മാറൂഫ് ആണെങ്കിലും അത് മജ്ഹൂൽ ആണെങ്കിലും നഫിയാക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നഫിയാക്ക, മംഫിയാക്ക എന്നൊക്കെ പറഞ്ഞാല് നെഗറ്റീവ് അർത്ഥമാക്കാം. പോയി എന്നുള്ളത് പോയില്ല എന്നാക്കാം. മാ ചേർത്ത് കഴിഞ്ഞാല് അങ്ങനെ ആക്കാൻ പറ്റും. ഇനി നോക്കാം, നീ പരീക്ഷയിൽ ജയിച്ചു. നജഹത്ത ഫിൽ ഇംതിഹാനി. ഇപ്പൊ നജഹ എന്ന് പറഞ്ഞാൽ ജയിക്കാന്നോ. നീ എന്നെങ്ങനെ അർത്ഥം വരുന്നു? സൊറഫാക്കി നോക്കാം. നജഹ നജഹ നജഹു, നജഹത്ത് നജഹത്ത നജഹന, നജഹത്ത അവിടെ എത്തി. അപ്പൊ നീ വിജയിച്ചു എന്നായി. ഓക്കെ, നജഹത്ത ഫിൽ ഇംതിഹാനി, നീ പരീക്ഷ ജയിച്ചു. ഇനി ഇംതിഹാൻ എന്ന് പറഞ്ഞ പരീക്ഷ കേട്ടോ. വേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. വസൽത്തും ഹദീഖത്തൽ ഹയവാനാത്ത്. വസൽത്തും, വസല എന്ന് പറഞ്ഞാല് എത്തുക എന്നാ. വസല എന്ന് പറഞ്ഞാൽ എത്തുക, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഹദീഖത്തൽ ഹയവാനാത്ത്, ഹദീഖത്തുൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞാല് സൂ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൃഗശാല എത്തുക എന്നാണ്. ഇപ്പൊ വസൽത്തും ഹദീഖത്തൽ ഹയവാനാത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം വരിക? വസൽത്തും എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ അർത്ഥം വരിക? ഓക്കെ, നിങ്ങൾ എത്തി എന്നാണ് അർത്ഥം വരിക. ഗുഡ്. അപ്പോ പക്ഷെ നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റി എന്താണ്? അത് നഫി ആക്കണം. നിങ്ങൾ എത്തിയില്ല എന്ന് എങ്ങനെ പറയാപ്പോ? മാ വസൽത്തും എന്ന് പറഞ്ഞാൽ മതി. മാ വസൽത്തും ഹദീഖത്തൽ ഹയവാനാത്ത് എന്ന് പറഞ്ഞാല് നിങ്ങൾ എത്തിയില്ല എന്ന് അർത്ഥം വരും. ഇനി ദഹബത്ത് ഉമ്മി ഇല ഡൽഹി, ദഹബത്ത് ഉമ്മി ഇല ഡൽഹി, ഉമ്മ ഡൽഹിയിലേക്ക് പോയി. ദഹബ എന്ന് പറഞ്ഞാൽ പോയി. ഡൽഹിയിലേക്ക് എങ്ങനെ പറയാ? ഇലാ ഡൽഹി എന്നാ പറയാ. പിന്നെ ഉമ്മീന്ന് പറയുമ്പോ എന്റെ ഉമ്മ എന്നായി അർത്ഥം. ദഹബത്ത് ഉമ്മുക്ക നേരത്തെ നമ്മളിപ്പോ കണ്ടല്ലോ. ഉമ്മുക്ക എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ, ഉമ്മി എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മി, അബി എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പ. ഉമ്മി എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മ, അബി എന്ന് പറഞ്ഞാൽ എന്റെ ഉപ്പ. ഓക്കെ, അപ്പോ
ഇവിടെ മാ ദഹബത്ത് എന്നാക്കിയാൽ പോയില്ല എന്നർത്ഥം വരും. ഇനി ലഇബ തിഫ്ലു, ലഇബ എന്ന് പറഞ്ഞാൽ കളിച്ചു, അപ്പൊ കുട്ടി കളിച്ചു എന്നാണ് അർത്ഥം. മാ ലഇബ തിഫ്ലു എന്ന് പറഞ്ഞാൽ കുട്ടി കളിച്ചില്ല എന്നർത്ഥം വരും. ഇനി ഫഹസ തൊബീബു അൽ മരീള, ഫഹസ തൊബീബു അൽ മരീള, ഫഹസ എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യണേനാണ് പറയാം. തഹ്ഫീസ് എന്നൊക്കെ പറഞ്ഞാൽ ചെക്കപ്പ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, തൊബീബ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, മരീദ് എന്ന് പറഞ്ഞാൽ രോഗി. അപ്പൊ ഡോക്ടർ രോഗിയെ പരിശോധിച്ചു എന്നാണ് അർത്ഥം. പരിശോധിച്ചു എന്ന് പറയുമ്പോൾ ഫഹസ എന്ന് പറയാം. പരിശോധിച്ചില്ലെങ്കിലോ മാ ഫഹസ തൊബീബുൽ മരീദ എന്ന് പറയാം. ഓക്കെ, അത് സിമ്പിൾ ആണ്. അപ്പൊ മാ ചേർത്ത് കൊടുത്താല് ആ എങ്ങനെ ഫഹസ ഫഹസ ഫ ഫ സ്ക്രീനിലുണ്ട്. ആ ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഫഹസ ഫ ഫ അതെ അതെ, ഫഹസ തൊബീബ് അൽ മരീദ. ഫഹസ എന്ന് പറഞ്ഞാല് യെസ് യെസ് യെസ്, അങ്ങ് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളവർക്ക് അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും, ഗൾഫിലൊക്കെ ഉള്ളവർക്ക്. തഫ്ഹീസ്, തഫ്ഹീസ് എന്ന് പറഞ്ഞാല് ചെക്കപ്പ് പറയും. ഹോസ്പിറ്റലിൽ ഫ്രീ ചെക്കപ്പ് ഒക്കെ ഉണ്ടാവല്ലോ, തഫ്ഹീസ് മജ്ജാനി എന്നൊക്കെ പറയും. ഓക്കെ, ഇനി ഇനി അടുത്തും ഇതുപോലുള്ള വർക്കാണ്. താഴെ പറയുന്ന ജുംല എന്താവുക, മംഫി ആയിരിക്കും ഉണ്ടാവുക, അത് മുസ്ബത്താക്കണം. ഓക്കെ, ഫസ്റ്റത്തത് മാ ദഹബ്തു ഇലൽ മത്താർ. മത്താർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാരും കേട്ടിട്ടുണ്ടാവുമല്ലോ. മത്താർ ദുവലി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ മാ ദഹബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല. അപ്പൊ ഞാൻ പോയി എന്ന് എങ്ങനെ പറയാം, ദഹബ്തു ഇലൽ മത്താർ എന്ന് പറഞ്ഞാൽ മതി. നീ മാ കബൽത്തു അൽ ലിസ്സ. ലിസ് എന്ന് പറഞ്ഞാല്, ലിസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ലിസ് എന്ന് പറഞ്ഞാൽ കള്ളെന്നാ. അപ്പൊ മാ ദഹബ്തു അല്ല, മാ കബൽത്തു, കള്ളനെ ഞാൻ പിടിച്ചില്ല. കബല പറഞ്ഞാൽ പിടിക്കാന്ന്, കള്ളനെ ഞാൻ പിടിച്ചില്ല. അപ്പൊ കബൽത്തു എന്നാക്കിയാൽ പിടിച്ചു എന്ന് അർത്ഥം വരും. ഓക്കെ, പിന്നെ മാ റുസിക്തു ബി വലദിൻ, എനിക്കൊരു കുട്ടി ഉണ്ടായില്ല. ആ റുസിക്ത പറഞ്ഞാൽ ഒരു ഭാഗ്യം കിട്ടുക എന്നൊക്കെ അർത്ഥം, സന്താന സൗഭാഗ്യം ഉണ്ടാവുക എന്നൊക്കെ പറയില്ല. അപ്പൊ കുട്ടി ഉണ്ടായില്ല, അതാണ് മാ റുസിക്തു ബി വലദിൻ. അത് മജൂലാക്കിയിട്ടാണ് ഇവിടെ പറഞ്ഞ കേട്ടോ, മാ റുസിക്തു ബി വലദിൻ. വല്ലാഹു റാസിഖ്, അല്ലാഹു ആണ് എല്ലാം കൊടുക്കുന്നവെന്ന്. ഓക്കെ, അപ്പൊ മാ റുസിക്തു ആണ് ഇവിടെ ഉപയോഗിച്ചത്. റുസിക്തു എന്നാക്കിയാല് പോസിറ്റീവായി, കുട്ടി ഉണ്ടായി എന്നായി. മാ ഹഫിള അൽ വലതുൽ ഖുർആന, കുട്ടി എന്ത് പഠിച്ചില്ല, ഖുർആൻ ഹിഫ്ള ആക്കിയില്ല. കുട്ടി ഖുർആൻ ഹിഫ്ള ആക്കിയില്ല, അതാണ് മാ ഹഫിള അൽ വലതുൽ ഖുർആന. കുട്ടി ഉണ്ടായില്ല എന്നാണ് ചുരുക്കി പറഞ്ഞാലുള്ള അർത്ഥം. റുസിക്ക എന്താ പറയാ, റുസിക്ക എന്ന് പറഞ്ഞാൽ ലഭിക്കാന്നാ, ഒരു ഭാഗ്യം ഉണ്ടാവാന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അള്ളാഹു റാസിഖ്, അള്ളാഹു ആണ് എല്ലാം നൽകുന്നവൻ, അതാണ് റാസിഖ് എന്ന് പറയാം. അപ്പൊ നമ്മൾ മർസൂക്കാണ്, നമ്മൾ റുസിക്ക, നമ്മൾക്ക് ആ അള്ളാഹു കൊടുക്കുന്ന സാധനങ്ങൾ കിട്ടണാണ് നമ്മള്. ഓക്കെ, അതാണ് വലത് ഉണ്ടായില്ല. അപ്പൊ അതിനാണ് കുട്ടി എന്നൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി മാ ഹഫിള, അപ്പൊ അത് പറഞ്ഞു. ഇനി മാ അഖദ്നാൽ മൊബൈല, മൊബൈലിന് ജവ്വാല് ഹാത്തിഫ് എന്നൊക്കെ പറയും. ഇവിടെ മൊബൈൽ തന്നെ പറഞ്ഞത്. അങ്ങനെ ബസ്സിനും ബസ്സാത്ത് എന്നൊക്കെയാണ് അറബികൾ പറയുന്നത്. ഹാഫില എന്ന് ഉപയോഗിക്കാറുണ്ട്, ബസ് എന്ന് ഉപയോഗിക്കലുണ്ട്, മലയാളത്തിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ. മാ അഖദ്നാൽ മൊബൈൽ, അപ്പൊ നമ്മൾ മൊബൈൽ എടുത്തില്ല. അഖദ പറഞ്ഞാൽ എടുക്കാന്ന്. ഓക്കെ, അഖദ്ന എന്നാവുമ്പോ നമ്മൾ എടുത്തു എന്ന് വരും. ഇനി
ഇനി കണ്ടോ, അടുത്തൊരു വർക്ക് ഈ ബ്രാക്കറ്റിലുള്ളത് വെച്ചിട്ട് ഇത് പൂരിപ്പിക്കാനാണ്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തത് അത്തോലിബാത്ത്. അത്തോലിബാത്ത് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിനികൾ. പിന്നെ ഖുർആനാന്നുണ്ട്. തോലിബാത്ത് ഖുർആനാന്നുണ്ട്. അപ്പൊ എന്താണ് ബ്രാക്കറ്റിൽ ഖറഅ എന്ന് കാണുന്നുണ്ട്. ഓതി എന്നാണ് അപ്പൊ നമുക്ക് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഏത് പദം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചേർക്കുക? തോലിബാത്താണ് ഇവിടെ ഉള്ളത്. അപ്പോൾ തോലിബാത്തിന്റെ കൂടെ ഖറയുടെ ഏത് സീഗയാണ് നമ്മൾ ഉപയോഗിക്കുക? ഏത് രൂപമാണ്, ഏത് സീഗയാണ് നമ്മൾ ഉപയോഗിക്കുക? കേട്ടില്ല. ഖറഅത്താന്നാണോ? നിങ്ങൾ നോക്ക്, തോലിബാത്ത് എന്ന് പറഞ്ഞാല് കുറെ വിദ്യാർത്ഥിനികൾ എന്നാണ്. വിദ്യാർത്ഥിനികൾ, കുറെ വിദ്യാർത്ഥിനികൾ. അപ്പൊ അത് ഏത് ضمീറിന്റെ സ്ഥാനത്തായിരിക്കും വരിക? പിന്നെ അപ്പൊ ആ ഖറഅ സർഫാക്കി നോക്കി. ഖറഅത്തുന്നയാണോ ആവുക? ഖറഅ ഖറഅ ഖറഉ. ഖറഅ ഖറഅ ഖറഉ ഖറഅത്ത് ഖറഅത ഖറഅന. ഓക്കെ, അത്തോലിബാത്തു ഖറഅനൽ ഖുർആന എന്നാ പറയാം. ഓക്കെ, അപ്പൊ നമ്മളാ ضمീർ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ബാക്കിയൊക്കെ സിമ്പിൾ ആവും. തോലിബാത്തു ഖറഅനൽ ഖുർആന എന്നാണ് പറയാം. ഓക്കെ, ഇനി അടുത്ത നോക്കാം. അതിന്റെ ലോജിക്ക് മനസ്സിലായല്ലോ? സിമ്പിൾ. അന അന തീ മദ്രസത്തി കറിയത്തി. കറിയ പറഞ്ഞ എന്റെ ഗ്രാമം കേട്ടോ. എന്റെ ഗ്രാമത്തിലെ മദ്രസ എന്നുണ്ട്, പിന്നെ അനാന്നും തന്നിട്ടുണ്ട്. അന പറഞ്ഞ ഞാൻ. അപ്പോ സ്വാഭാവികമായിട്ടും ദറസ ആയിരിക്കും ഇവിടെ ചേർക്കേണ്ടി വരിക. ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നാണ്. അപ്പോ അനന്റെ കൂടെ എങ്ങനെയാണ് ദറസ ഉപയോഗിക്കുക? ഓക്കെ, അനദറസ്തു ഫി മദ്രസത്തി കറിയത്തി. അനദറസ്തു ഫി മദ്രസത്തി കറിയത്തി എന്നാണ് പറയാം. അപ്പൊ ഞാൻ എൻ്റെ മദ്രസയിലെ, നാട്ടിലെ മദ്രസയിൽ പഠിച്ചു. ഇനി അടുത്ത നോക്കൂ. അൻതും അൻതും എന്നുണ്ട്, നിങ്ങൾ. പിന്നെ ഇവിടെ പറഞ്ഞ എന്താ? മക്കാലത്തം ഫി മജല്ലത്തി സൗത്തിൽ ജാമിയ. പിന്നെ ഒരു മക്കാല എന്ന് പറഞ്ഞ എസ് എന്നാ. ഫി മജല്ലത്തി സൗത്തിൽ ജാമിയ. സൗത്തുൽ ജാമിയ എന്ന മാഗസിനിൽ ഒരു എസ്സേ. പിന്നെ നിങ്ങൾ എന്നുണ്ട്. അൻതും എന്ന് പറഞ്ഞാല് നിങ്ങൾ കുറെ പുരുഷന്മാരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും കത്തബ ചെയ്യണം വേണ്ടി വരിക, എഴുതാണല്ലോ. അൻതുമിന്റെ കൂടെ എന്താണ് ഉപയോഗിക്കുക? ഓക്കെ, കത്തബ്തും എന്നാണ് വരിക. പിന്നെ നഹ്നു ഡാഷ് ഫി ശുഖത്തിൻ ബിൽ മദീനത്തിൽ മുനവ്വറ. മദീനയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഞങ്ങൾ താമസിച്ചത്. എങ്ങനെ പറയും? നഹ്നു സക്കന എന്നാണ് താമസിക്കുന്നതിന് പറയാം. അപ്പോ ഞങ്ങൾ താമസിച്ചു എന്നെങ്ങനെ പറയും? സക്കന്ന സക്കന സക്കന സക്കന്ന എന്നാണ് പറയാം. ഓക്കെ, ഇനി അൽ മൻകൂബൂന ഡാഷ്. അൽ മൻകൂബൂന, മൻകൂബൂന പറഞ്ഞാൽ അഭയാർത്ഥികൾ, ഇങ്ങനെ ഇറക്കി വിട്ട ആൾക്കാരാണ്. അവര് ലജ എന്നുണ്ട്. ലജ എന്ന് പറഞ്ഞാല് അഭയം തേടാന്ന്. ഇല മുഹയ്യമത്തിൽ ലാജീൻ, അഭയാർത്ഥി ക്യാമ്പിൽ അവര് അഭയം തേടി. ഓക്കെ, അപ്പൊ മൻകൂബൂന എന്ന് പറഞ്ഞാല് ഇപ്പൊ അവിടെ എന്താ ഉപയോഗിക്കുക? മൻകൂബൂന എന്ന് പറഞ്ഞാൽ കുറെ അഭയാർത്ഥികൾ എന്നാണ്. അവിടെ എന്താ ഉപയോഗിക്കുക? ലജ പ്ലസ് ഹും ആണ് വരിക. അപ്പൊ ലജ ഉ എന്നാണ് വരിക. ഓക്കെ, ലജ ഉ എന്നാണ് വരിക. ഇനി അൽ മുസ്ലിമൂന ഡാഷ്
ബിലാദൽ ഹിന്ദി അക്സറ മിൻ സമാനിയത്തി ഖുറൂൻ. മുസ്ലിമീങ്ങൾ പിന്നെ ഡാഷ് കൊടുത്തിട്ട് ബിലാദൽ ഹിന്ദി ഈ ഇന്ത്യ ഭരിച്ചിരുന്നു. ഇന്ത്യ ഭരിച്ചിരുന്നു എന്നാണ് ഇവിടെ ബ്രാക്കറ്റിലുള്ളത്. അക്സറ മിൻ സമാനിയത്തി ഖുറൂൻ, 8 നൂറ്റാണ്ടിൽ കൂടുതൽ മുസ്ലിങ്ങളായിരുന്നു ഇന്ത്യ ഭരിച്ചത് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഹക്കമ എന്നാണുള്ളത്. ഹക്കമ എന്ന് പറഞ്ഞാൽ ഭരിച്ചു എന്നാണ്. പൽ മുസ്ലിമൂന, ഒരു മുസ്ലിം അല്ല, കുറെ മുസ്ലിമീങ്ങളാണ് ഭരിച്ചത്. അപ്പൊ എങ്ങനെ പറയും? അൽ മുസ്ലിമൂന ഹക്കമോ ബിലാദൽ ഹിന്ദി. ഓക്കെ, ഗുഡ്. ഇനി മാ മാ സുമയ്യ എന്നുണ്ട്. സുമയ്യ എന്തോ ചെയ്തില്ല എന്നാ. മാന്നുണ്ട്, ഫീൽ നമ്മൾ കൊടുത്തില്ല. അതാ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നാ. അതുവ് അതാ എന്നൊക്കെ പറഞ്ഞാൽ ശത്രുക്കൾ എന്നാ. അപ്പൊ സുമയ്യ ശത്രുക്കളെ ഇവിടെ ബ്രാക്കറ്റിൽ പേടിച്ചു എന്നുണ്ട്. പേടിച്ചില്ല എന്നാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എന്തുപയോഗിക്കും? റഹിബത്ത് സുമയ്യത്തിനുള്ള അതാ റഹിബത്താണ് ഉപയോഗിക്കുക. ഓക്കെ. ഇനി സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഫസ്റ്റ് 2 പറയാം. അന ജലസ വസത സൊഫി. അന ജലസ, ഞാനിരുന്നു എന്നാ ഇവിടെ കവി ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ്? അന ജലസ എന്നാ. വസത സൊഫി, ക്ലാസ്സിന്റെ നടുവിൽ ഞാൻ ഇരുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞത് അന ജലസ ആണ്. അപ്പൊ അതിന്റെ തെറ്റെന്താ? ഓക്കെ, അന ജലസ്തു എന്നാ വേണ്ടത്. പിന്നെ നിസാവ് കദിമു പിന്നെ ഹജ്ജി, ഹജ്ജിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് സ്ത്രീകൾ വന്നു. ഇവിടെ കദിമു എന്നത് തെറ്റാണ്. ഫീലിനാണ്, ഫീൽ ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി. അതാണ് ഇവിടെ പ്രശ്നമുള്ളത്. പിന്നെ ആയിഷത്തു റഹല ഇല ഹദീഖത്തിൽ ഹൈവാനാത്ത്. റഹല എന്ന് പറഞ്ഞാൽ പോയി കേട്ടോ. ആയിഷ പോയി, പക്ഷെ പറഞ്ഞത് തെറ്റാ. പിന്നെ നഹ്നു ദഹബു ഇലൽ മദ്രസ, ഞങ്ങള് മദ്രസയിലേക്ക് പോയി. അപ്പൊ അവൻ പറഞ്ഞത് തെറ്റാ. നെഹ്നു ദഹബു അല്ല പറയാ. ഇനി അൻതും ഹലറോ, നിങ്ങള് വന്നു. ഹഫ്ലത്ത് സിവാജി, നിങ്ങൾ കല്യാണത്തിന് വന്നു. അത് അങ്ങനെയല്ല പറയാം. അൻതും വന്നാലും അങ്ങനെയല്ല പറയാം. പിന്നെ ഹുന്ന കറാത്തുൽ മജല്ല, അവര് മാഗസിൻ വായിച്ചു. അവര് മാഗസിൻ വായിച്ചു. ഹുന്ന കറാത്തും എന്നല്ല പറയാം. ഇപ്പൊ കറ അങ്ങനെ സർഫാക്കി നോക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഹുന്ന എന്തോരം മിസ്മാച്ച് ഉണ്ട്. ഇനി തുല്ലാബ് സമീനൽ അഖ്ബാറ, തുല്ലാബ് കുട്ടികൾ എന്താക്കി? വാർത്ത കേട്ടു. കുട്ടികൾ എന്നാകുമ്പോ കുറെ എന്താണ് പുരുഷന്മാരായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. കുട്ടികൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിലും തുല്ലാബ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആണുങ്ങളായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ സെമിയനൽ അഖ്ബാറ എന്നുള്ളത് തെറ്റാണ് അവിടെ. എന്നാൽ ബിൻതാനി, 2 പെൺകുട്ടികൾ, വസല സിയാബ, വസ്ത്രം. സിയാബ് എന്ന് പറഞ്ഞാൽ വസ്ത്രം കേട്ടോ. വസ്ല എന്ന് പറഞ്ഞാൽ കഴുകുക. അപ്പൊ വസ്ത്രം കഴുകി. അപ്പൊ ബിൻതാനി എന്ന് പറയുമ്പോൾ 2 സ്ത്രീകളാണ്, 2 പെൺകുട്ടികളാണ്. അപ്പൊ അവിടെ വസല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പഠിച്ചാല് ഇത് തറവായി. അതാണ് ഈ ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി. ഇതോടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഭാഗം എടുക്കാം. അതിലെന്താണ് പറയണത്? കത്തഫ യോമൽ അഹദ്. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയും അതിന് ആൻസർ നമ്മൾ തന്നെ കണ്ടെത്തുകയുമാണ് ചെയ്യേണ്ടത്. ഓക്കെ, കത്തഫ യോമൽ അഹദ് ഉണ്ട്. കത്തഫ എന്ന് പറഞ്ഞാൽ പറിച്ചു നാട്ടം. പൂ പറിക്കണേന് കത്തഫ എന്നൊക്കെ പറയാം. അപ്പൊ കത്തഫ യോമൽ അഹദ് ഉണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഈ ആക്ടിവിറ്റി എന്താ? ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഹൽ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മതി. ഹൽ എന്ന് വെച്ചാൽ ആണോ എന്നുള്ളതാണ് ചോദ്യം. നീ അങ്ങനെ ചെയ്തോന്നൊക്കെ ചോദിക്കില്ലേ, അതാണ് ഹൽ. ഹൽ കത്തഫ്ത സഹറ, നീ സഹറ പറിച്ചോ, പൂ പറിച്ചോ? നാം, അപ്പോ എന്ത് പറഞ്ഞു? നാം കത്തഫ്തുഹ യൗമൽ അഹദി, ഞാന് ഞായറാഴ്ച എന്തായി? ഇത് പറിച്ചു, പൂ പറിച്ചു എന്നാണ്. അപ്പൊ അതൊരു സെന്റൻസ് ഉണ്ടാക്കി, ഫസ്റ്റ് ക്വസ്റ്റ്യനും പിന്നെ അതിന്റെ ആൻസറും ആയിട്ട്.
അതുപോലെ ഉണ്ടാക്കാനാണ് ഇവിടെ കുറെ തന്നത്. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ദഹബ അല്യോം. ദഹബ എന്ന് പറഞ്ഞാൽ പോയി, അല്യോം എന്ന് പറഞ്ഞാൽ ഇന്ന്. വഹൽ ദഹബ്ത ഇലാ ബൈത്തിക്കല്യോം, നീ ഇന്ന് നിന്റെ വീട്ടിലേക്ക് പോയോ എന്നാണ് ചോദിച്ചത്. ഹൽ ദഹബ്ത ഇലാ ബൈത്തിക്കല്യോം, ഇന്ന് നീ നിന്റെ വീട്ടിലേക്ക് പോയോ? ഇല്ല. അപ്പോ മറുപടി രണ്ട് നിനക്ക് കൊടുക്കാം. പോസിറ്റീവായിട്ടും കൊടുക്കാം, നെഗറ്റീവായിട്ടും കൊടുക്കാം. ഒന്ന് പോസിറ്റീവായിട്ട് ഇവിടെ കൊടുത്തു, അടുത്ത നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. ലാ മാ ദഹബ്തു ഇലാ ബൈത്തി അല്യോം, ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അതേപോലെ ഇതൊക്കെ അങ്ങനെ എഴുതാനാണ്. ഹഫിള എന്ന് പറഞ്ഞാൽ പഠിക്കുക, കാണാപ്പാടാക്കുക. ബാരിഹ എന്ന് പറഞ്ഞാൽ ഇന്നലെ. പിന്നെ ഇനി പഠിച്ചോ, ഹിഫ്ലാക്കിയെന്ന് ചോദിക്കും. ഞാൻ ഹിഫ്ലാക്കി എന്ന് പറയും. പിന്നെ അടുത്തത് ഇല്ല എന്ന് പറയും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ തൊബഹ എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്യണേനാണ് പറയാം. ബഹു എന്നൊക്കെ പറഞ്ഞാൽ കുക്ക് ചെയ്യാം. അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ. ഓക്കെ, അപ്പൊ അത് വെച്ച് സെന്റൻസ് ഉണ്ടാക്കുക. ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു. സ്വബാഹൽ യൗമി, രാവിലെ. സ്വബാഹൽ യൗമി, പ്രഭാതത്തിൽ എന്താവുക, തുറന്നു. വാതിൽ തുറക്കാം, ഫോർ എക്സാമ്പിൾ. ഇനി ദഹല യൗമുൽ ഇസ്നൈൻ. ദഹല പറഞ്ഞാൽ പ്രവേശിക്കാം, കടക്കുക. യൗമുൽ ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. തിങ്കളാഴ്ചയാണ് കടന്നത്. അപ്പൊ നീ അൽ ദഹല കടന്നോ എന്ന് ചോദിക്കുമ്പോ ഒരാൾ പറഞ്ഞു കടന്നു, തിങ്കളാഴ്ചയാണ് കടന്നത്, അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചത് ഇതിന്റെ വേർഡ്സും കൂടി അറിയാത്ത ഒരുപാട് വാക്കുകൾ ഉണ്ടാവും, അതും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മള് ഫീലുകൾ എടുക്കുമ്പോൾ മാദി ആയിരുന്നു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അല്ലെ? കലിമത്തിനെ 4 ആക്കി തിരിച്ചു. ഇതുവരെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അഭിഷേർക്ക് എന്തോ പറയണ്ടല്ലോ? ഓക്കെ ഓക്കെ, സോ നമുക്ക് ബാക്കിയോട് നോക്കാം. നമ്മൾ മാദി കലിമത്തിനെ 4 ആക്കി തിരിച്ചു. മാദി, മുദാരി, അംറ്, നഹി. അല്ല, ഫീലിനെ 4 ആക്കി തിരിച്ചു. മാദി, മുദാരി, അംറ്, നഹി അല്ലെ? അതില് മാദിയിലെ 4 സർഫുകൾ പറഞ്ഞു. മാദി മാറൂഫ് മുസ്ബത്തും മാറൂഫ് മൻഫിയും മജ്ഹൂല് മുസ്ബത്തും മജ്ഹൂല് മൻഫിയും പറഞ്ഞു. ഇനി അതിന്റെ തുടർച്ചയാണ്. മാദി വിട്ടിട്ട് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇനി മുദാരിയാണ് നമ്മൾ പറയാം. മുദാരി അല്ലെങ്കിൽ മുസ്തഖ്ബിൽ. ഓക്കെ, അപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതും ആയ ഫീലുകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് പഠിച്ചു, ഒരാളൊരു കാര്യം ചെയ്തു എന്ന് എങ്ങനെ പറയാം നമ്മൾ പഠിച്ചു. ഫഅല ഉപയോഗിച്ച് നമുക്ക് ഒരു കാര്യം ഒരാൾ ചെയ്തു എന്ന് പറയാം. അതേപോലെ ആ ചെയ്തതിന് പല സബ്ജക്റ്റുകളായാലും, അവൾ ചെയ്താലും ഞാൻ ചെയ്താലും നമ്മൾ ചെയ്തു, അങ്ങനെ പല രീതിയിൽ ഒരു സെന്റൻസ്, ഒരു വാക്കിനെ എങ്ങനെ പറയാം, ഒരു പ്രവൃത്തി എങ്ങനെ പറയാം എന്നുള്ളത് ഉറപ്പാക്കി പഠിച്ചു. അപ്പൊ ഒരു മാതിയായ ഫീല് തന്നിട്ട് ഇനി ഇത്ര സെന്റൻസുകളല്ലേ, ഇത്രയും സബ്ജക്റ്റുകളല്ലേ, കർത്താവല്ലേ നമ്മളെ ഭാഷയിലുള്ളൂ. അപ്പൊ ഒരു മാതിയായ ഫീല് തന്നു. ഉദാഹരണത്തിന് ജലസ, ഇരുന്നു എന്ന് തന്നിട്ട് ആരിരുന്നു, മീൻസ് ഒരു സ്ത്രീ ഇരുന്നു എന്ന് പറയാൻ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ കിട്ടും. പിന്നെ 2 സ്ത്രീകൾ ഇരുന്നു എന്നാണെങ്കിലും, ഞാനിരുന്നു എന്നാണെങ്കിലും, ഞങ്ങൾ ഇരുന്നു എന്നാണെങ്കിലും ഒക്കെ പറയാൻ കിട്ടും. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അതനുസരിച്ച് ഒരുപാട് ഫീലുകൾ ഉണ്ടാക്കി, ഒരുപാട് സെന്റൻസുകൾ ഉണ്ടാക്കി. അതിനോട് കൂടെ തന്നെ ചെയ്തു എന്നതിന് കൂടെ തന്നെ ചെയ്തില്ല എന്നെങ്ങനെ പറയാമെന്നും, ഇനി സബ്ജക്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാവാത്ത ഫീലുകൾ ചിലതുണ്ടായിരുന്നു, അതിനാണ് മജ്ഹൂൽ എന്ന് പറയാം. അതെങ്ങനെ പറയാമെന്നും, ഉദാഹരണത്തിന് കുത്തില കൊല്ലപ്പെടുക, കുബില പിടിക്കപ്പെടുക, ഓക്കെ, ജയിലിലാക്കപ്പെടുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീലുകൾ, അതും എങ്ങനെ പറയാമെന്നും നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് മുസ്തഖ്ബിൽ, വരാൻ പോകുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ പറയാം എന്നാണ് നമ്മൾ ഇനി വരുന്ന ഫസലുകളിൽ കുറച്ച് ചർച്ച ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ്
ഫസ്റ്റ് മാതി പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ മുസ്തഖ്ബിൽ മാറൂഫ് മുസ്ബത്താണ് പറയുന്നത്. നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഒരാളിപ്പോ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതിന് ചെയ്യും, അത് രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ നമ്മൾ തൽക്കാലത്തിന് എന്ത് ചെയ്യാം, ചെയ്യുന്നു എന്നുള്ള അർത്ഥം വെക്കാം. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ചെയ്യുമെന്ന് പറഞ്ഞാലും ഇത് സെയിം വേർഡ് തന്നെയാണ് യൂസ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ എഫ് അലു എന്ന് പറഞ്ഞാൽ, എഫ് അലു എന്നാണ് അതിന് പറയാം. ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു എന്നാണ് അർത്ഥം വരിക. ഒരു കാര്യം ഒരാൾ ചെയ്യുന്നു എന്നാണ് അർത്ഥം വരിക. ഈ മുസ്തഖ്ബിൽ യൂസ് ചെയ്യണത് ഭാവിയിലോ വർത്തമാന കാലത്തിലോ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം നടക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതിന്റെ സർഫ് എങ്ങനെയാ വരുന്നത്? അത് എഫ് അലു, എഫ് അലാനി, എഫ് അലൂന, തഫ് അലു, തഫ് അലാനി, എഫ് അൽന, തഫ് അലു, തഫ് അലാനി, തഫ് അലൂന, തഫ് അലീന, തഫ് അലാനി, തഫ് അൽന, അഫ് അലു, നഫ് അലു എന്നാണ് വരുന്നത്. ഓക്കെ, ഇതും നമ്മൾ മുമ്പ് പഠിച്ച ഇതിനൊക്കെയുള്ള ഒരു പ്രത്യേകത, മുമ്പ് പഠിച്ച അതേ ഓർഡറിലാണ്. ഹുവ ഹുമാഹും, ഹിയ ഹുമാഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ഓക്കെ, അപ്പോ എഫ് അലു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും അർത്ഥം വരിക? ഇങ്ങനെ ഒന്നും ക്ലിയർ ആയില്ല. ആ ചെയ്യുന്നു, ചെയ്യും. ആര് ചെയ്യുന്നു കൂടി സബ്ജക്റ്റ് കൂടി പറയണം, അപ്പൊ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അവൻ ചെയ്യും, അവൻ ചെയ്യുന്നു എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോ കിതാബ് ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങൾ ഒരു 3 വട്ടം ഒന്ന് പറഞ്ഞു നോക്കി. എഫ് അലു, എഫ് അലാനി, എഫ് അലൂന ഒന്ന് സർഫാക്കി നോക്കി ഒറ്റക്ക്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു വിഷയം പറയാം. എഫ് അലു, എഫ് അലാനി, എഫ് അലൂന, തഫ് അലു, തഫ് അലാനി, എഫ് അൽന, തഫ് അലു, തഫ് അലാനി, തഫ് അലൂന, തഫ് അലീന, തഫ് അലാനി, തഫ് അൽന, അഫ് അലു, നഫ് അലു എന്നാട്ടോ. സർഫാക്കിയോ? സർഫാക്കില്ലേ? നമുക്കൊന്ന് എഴുതി നോക്കാം. എടാ ഓഫായിക്കോ, തണുക്കുണ്ട്. ഏതോ സ്ക്രീൻ കാണുന്നില്ലേ? വരുന്നില്ലേ? നമ്മള് മുമ്പ് ഫഅല ഫഅല പഠിച്ചത് ഓർമ്മ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അന്ന് പഠിച്ച എന്താ? ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ഇത് പഠിച്ചത് ഓർക്കുന്നില്ലേ? അങ്ങനല്ല, ഈ ഹുവ ഹുമാ ഹും പഠിച്ചത് ഓർമ്മയില്ലേ? ഇതിന്റെ സബ്ജക്ട് മാത്രമാണ്.
ഇതിന്റെ ഒക്കെ അർത്ഥം എന്തായിരുന്നു? ഹുവ എന്ന് പറഞ്ഞ ഒരാള്, ഉമാ പറഞ്ഞ രണ്ടാള്. ഓയിബായ ഈ ഈ- ഈ രണ്ട് ഇവിടെ ഓയിബായിരുന്നു അല്ലേ? ഉം ഉം. ഹാദിർ. പിന്നെ ഇത് മുത്തകല്ലിം. ഓക്കെ, ഇത് ഓർമ്മയുണ്ടല്ലോ. ഇതേ സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മളിപ്പോ പറയുന്ന സംഭവം ഉള്ളത്. എഫ് അലി എഫ് അലാനി എഫ് അലൂന എന്ന് പറയുമ്പോ എന്താണ് അർത്ഥം? ഒരു പുരുഷൻ, അവരൊരു പുരുഷൻ പ്രവർത്തിക്കുന്നു, അവർ രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു, അവർ കുറെ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു എന്നായി. ഇനി തഫ്അലു എന്നാവുമ്പോഴോ? തഫ്അലു എന്നാവുമ്പോ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു. തഫ്അലാനി എന്നാവുമ്പോഴോ? അവർ രണ്ടു സ്ത്രീകൾ അവർ അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. ആ അല്ല, അത് പിന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. പ്രവർത്തിക്കുന്നു എന്നായാലും പ്രവർത്തിക്കും എന്നായാലും ഈ സെയിം വാക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? പ്രവർത്തിക്കുന്നു എന്നായാലും പ്രവർത്തിക്കും എന്നായാലും ഈ സെയിം വാക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ എഫ് അലു എഫ് അലാനി എഫ് അലൂന തഫ് അലു തഫ് അലാനി എഫ് അൽന. അപ്പോ ഇത് ഉം, ആ, അത് അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത് സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യാ. അറബ് എവിടെയാണ് സെന്റൻസിൽ വരുന്നത് വെച്ചാല്, ഇപ്പൊ ഒരു കഥ പറയാണ്, കഥ പറയുകയാണെങ്കിൽ അല്ല കഥ അല്ല, ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം പറയാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എന്തായിട്ട് വെക്കണം? ഇപ്പൊ ഉപയോഗിക്കുന്നത് നോക്കണം. ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റിയാണെന്ന് കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ, ആ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് തീരുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് അർത്ഥം വെക്കാം. ഇപ്പൊ ഓയിബായ ക്ലിയർ അല്ലേ? അപ്പൊ ഓയിബായ ഫീലുകളെയാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. എഫ് അലു എഫ് അലാനി എഫ് അലൂന തഫ് അലു തഫ് അലാനി എഫ് അൽന. ഇത് സ്പെല്ലിംഗ് മാറിപ്പോരുത് കേട്ടോ. അവസാനം എഫ് അൽന എന്നാണ്. തഫ് അലു എഫ് അലു എഫ് അലാനി എഫ് അലൂന തഫ് അലു തഫ് അലാനി എഫ് അൽന. ഇപ്പൊ ഓയിബായ ഫീലുകൾ മൊത്തത്തിലാണ് ഇവിടെ പറയുന്നത്. ഓയിബായ ഫീലുകളെയാണ്, ഓയിബായ സബ്ജക്റ്റുകൾക്ക് വേണ്ടിയുള്ള ഫീലുകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ പ്രവർത്തിക്കുന്നു, ഒരു പുരുഷൻ പ്രവർത്തിക്കുന്നു, രണ്ട് പുരുഷന്മാർ പ്രവർത്തിക്കുന്നു, കുറെ പുരുഷന്മാർ പ്രവർത്തിക്കുന്നു. ഇനി ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു, രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുന്നു, പിന്നെ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഇനി തഫ്അലു തഫ്അലാനി തഫ്അലൂന. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഗസ് ചെയ്ത് നോക്കൂ. പിന്നെ ആ ഉം, ആ ഉം, പിന്നെ ഉം, ഉം. അഫ്അലു നഫ്അലു എന്നാണ് വരിക. അഫ്അലു എന്ന് പറഞ്ഞാൽ ഞാനൊരു പുരുഷൻ പ്രവർത്തിക്കുന്നു. ഇല്ല 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 ഇല്ല, അങ്ങനെ പറയേണ്ടതില്ല. അഫ്അലു നഫ്അലു എന്ന് പറയുമ്പോ മുത്തക്കല്ലിമ്. യെസ്, ഹാദിർ മുത്തക്കല്ലിമ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുമ്പ് പല ഈ ഓർഡറിൽ പഠിച്ചല്ലോ.
ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന അൻത അൻതുമ അൻതും അൻത അൻതുമ അൻതുന്ന അന നഹ്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഇവിടെ യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന. അപ്പൊ ഇതിങ്ങനെ സർഫാക്കി നമ്മളങ്ങനെ അറിയാണ്ട് വരണം. നമ്മൾ ഫാല പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതിന്റെ ആവശ്യകതയൊക്കെ നിങ്ങൾ സർഫാക്കി ഈ വേർഡ്സ് ഉണ്ടാക്കുമ്പോൾ സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു കത്തഫ വന്നിട്ട് അല്ലെങ്കിൽ ദഹബ വന്നിട്ട് അവൾ പോയി അല്ലെങ്കിൽ ഉമ്മ ജോലി ചെയ്യുന്നു എന്നാക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് ആ ഉമ്മ എന്നുള്ള സബ്ജക്റ്റ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമ്മ എന്നുള്ളത് ഏതിന്റെ സ്ഥാനത്താണ്, ഹിയ എന്നതിന്റെ സ്ഥാനത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഹിയ എന്നുള്ളത് ഈ ദഹബ അല്ലെങ്കിൽ അമില ജോലി ചെയ്തു എന്നൊരു ഫീൽഡിൽ ഈ ഹിയ എന്ന ദമീർ എവിടെയാണ് വരിക? ഇപ്പൊ അമില അമില അമിലു അമിലത്ത്. ഓക്കെ, ഇത് രണ്ടും കൂടി കണക്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായി നമുക്ക് ഈ സെന്റൻസിലേക്ക് ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ 2-3 സ്റ്റെപ്പ് ആയിട്ടാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിന്ത പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽന അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന അഫ്അലു നഫ്അലു. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഗായിബായ പുരുഷന്മാർക്ക്, പിന്നുള്ളത് ഗായിബായ സ്ത്രീകൾക്ക്, പിന്നുള്ളത് ഹാദിറായ പുരുഷന്മാർക്ക്, പിന്നുള്ളത് ഹാദിറായ സ്ത്രീകൾക്ക്. അപ്പോൾ കണ്ട തഫ്അലീന തഫ്അലീന തഫ്അലാനി തഫ്അൽന. അപ്പോൾ ഇത് രണ്ടുമാണ് ശ്രദ്ധിക്കേണ്ടി വരിക, മാറിപ്പോവാൻ ചാൻസ് ഉള്ളത്. തഫ്അലു തഫ്അലാനി യഫ്അൽന എന്നാണ്. പിന്നെ തഫ്അലീന തഫ്അലാനി തഫ്അൽന എന്നാണ്. പിന്നെ അഫ്അലു നഫ്അലു, ഞാൻ പ്രവർത്തിക്കുന്നു, ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫഅല വെച്ച് ഒരു കേവലം സ്ട്രക്ചർ മാത്രം പറഞ്ഞതാണ്. ഇനി ദർബയാവുമ്പോൾ എങ്ങനെ വരും? യദ്രിബു യദ്രിബാനി യദ്രിബൂന. ഓക്കെ, അപ്പൊ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. യഫ്അലൂല് നമ്മൾ പറഞ്ഞത് എന്താണ്? യഫ്അലു എന്നല്ലേ? ഫഅല എന്നതിന് യഫ്അലു ആയപ്പോ യഫ്അലു എന്നല്ല, ഇവിടെ ഫത്ഹല്ലേ വന്നത്. പക്ഷെ യദ്രിബു നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയണത്? സോറി, യദ്രിബു എന്നാണ് ആയത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫത്ഹല്ലേ, പിന്നെ ഇവിടെ എത്തിയപ്പോ കസ്റ ഇല്ലേ എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം അതിന് രണ്ടിന്റെയും ആദ്യം എന്തായിരുന്നു? ഒരേപോലെ ആയിരുന്നു. ഫഅല എന്നും ദറബ എന്നും ആയിരുന്നു. അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലേ? ഡൗട്ട് ഉണ്ടോ? ഞാൻ ഉണ്ടാക്കിയതാണോ? അപ്പൊ ചില ഫീലുകൾക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. അത് ഈ മുസ്തഖ്ബിലിൽ വരുമ്പോ എന്ത് ചെയ്യും? യദ്രിബു ആവും, മീൻസ് കസ്റ ആവും. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കും. ഇപ്പൊ നമ്മള് അത് കണ്ടെത്തുന്നതിൽ എന്താ പറയാ, അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചോളും. ഇപ്പൊ യദ്രിബു ആണെങ്കിൽ, യദ്രിബു എന്നുള്ളത് യദ്രിബു ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. യദ്രിബു എങ്ങനെ പല രീതിയിൽ പറയാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പത്തെ നമ്മളെ വിഷയം. ഇപ്പൊ യദ്രിബു രണ്ട് പുരുഷന്മാർ അടിക്കും എന്ന് അല്ല, അടിച്ചു എന്നല്ല, എങ്ങനെ അടിക്കുന്നു, അവർ 2 പുരുഷന്മാർ അടിക്കുന്നു, അതെങ്ങനെ പറയാൻ പറ്റും? യദ്രിബാനി എന്നാണ് പറയാ. ഇനി അത് നിങ്ങൾ 2 പുരുഷന്മാർ അടിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? കേട്ടില്ല? ഓക്കെ, തദ്രിബാനി എന്നാണ് യൂസ് ചെയ്യുക. ഇനി അത് ഞാൻ അടിക്കുന്നു എന്നെങ്ങനെ യൂസ് ചെയ്യും? ഞാൻ അടിക്കുന്നു എന്നെങ്ങനെ യൂസ് ചെയ്യും? അദ്രിബു എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ അടിക്കുന്നു നദ്രിബു എന്നാണ് പറയേണ്ടത്. അപ്പോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റാച്ചാല് തുടക്കം മുതൽ സർഫാക്കി നോക്കിയാൽ മതി. യദ്രിബു യദ്രിബാനി യദ്രിബൂന തദ്രിബു തദ്രിബാനി യദ്രിബുന തദ്രിബു തദ്രിബാനി തദ്രിബൂന തദ്രിബീന തദ്രിബാനി തദ്രിബുന അദ്രിബു നദ്രിബു. ഓക്കെ, അപ്പൊ ഫഅല കേവലം സ്ട്രക്ചർ മാത്രമാണ്. അതിന്റെ കൂടെ ഏത് ഫീലാണെങ്കിലും നമ്മൾ സർഫാക്കി നോക്കാൻ പഠിക്കണം. അപ്പോ
വേറൊരു ഫീല് പറയാം. വേറെ നിങ്ങളൊരു ഫീല് പറയും. കേട്ടില്ല. കത്തബ 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 യക്തുബു എന്നാ പറയാ. കത്തബ യക്തുബു കത്തബ യക്തുബു. ഓക്കെ, അപ്പൊ യക്തുബു എങ്ങനെ സർഫാക്കി നോക്കാം? യക്തുബു യക്തുബാനി യക്തുബൂന, തക്തുബു തക്തുബാനി യക്തുബന, തക്തുബു തക്തുബാനി തക്തുബൂന, തക്തുബീന തക്തുബാനി തക്തുബന, അക്തുബു നക്തുബു എന്നാണ് വരിക. ഓക്കെ, അക്തുബു നക്തുബു എന്നാണ് വരിക. സർഫാക്കുന്നത് മനസ്സിലായോ? ഇനി ഓരോ വേർഡുകൾ എടുത്തിട്ട് എന്താക്കിയാൽ മതി, നിങ്ങൾ സർഫാക്കിയാൽ നോക്കിയാൽ മതി. അപ്പോ സർഫാക്കാൻ വേണ്ടി 2 വേർഡുകൾ തരാം. അലിമ യാലമു എന്നുണ്ട്. അലിമ യാലമു. ഇനി യദുറുസു എന്നുണ്ട്. യദുറുസു. യദുറുസു എന്ന് പറഞ്ഞാല് പഠിക്കുക. യാലമു എന്ന് പറഞ്ഞാൽ അറിയാം. ഓക്കെ, ഇനി വേറെ എന്തൊരു ഫീല് കൂടി. എന്താ പറഞ്ഞോ? ഓക്കെ. ദഹബ യദ്ഹബു എന്നാണ് വരിക. ദഹബ യദ്ഹബു എന്നാണ് വരിക. അപ്പൊ ഇത് വെറുതെ പറഞ്ഞതല്ല. ഇതെന്ത് ചെയ്യാ, നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യാ. ഓക്കെ, അതിനോട് കൂടെ തന്നെ പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഭൂതകാലം കഴിഞ്ഞു, എങ്ങനെയാണ് വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലുമുള്ള ഒരു കാര്യം, അതായത് ഒരു കാര്യം ഇപ്പൊ ചെയ്യുന്നു അല്ലെങ്കിൽ ഇനി അത് ചെയ്യും എന്നെങ്ങനെ പറയാമെന്ന് നമ്മൾ പഠിച്ചു. അതിന് യഫ്അലു എന്ന സർഫ് പഠിച്ചു. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, അഫ്അലു, നഫ്അലു വരെ പഠിച്ചു. അപ്പൊ അതിലേക്ക് ഏത് വേർഡ് ചേർത്ത് കൊടുത്താലും എന്ത് മനസ്സിലാക്കാൻ പറ്റും, എങ്ങനെയാണ് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലെ ഒരു കാര്യം പറയാ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിനോട് കൂടെ തന്നെ ഇനിയൊരു കാര്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇനിയൊരു കാര്യം ചെയ്യുകയില്ല, അതെങ്ങനെ പറയാൻ പറ്റും? അത് നേരെ ഇത് എന്താക്കിയാൽ മതി, മംഫിയാക്കിയാൽ മതി. ഈ മുലാരി ഉണ്ടല്ലോ, മുലാരി മാറൂഫ് മുസ്ബത്താണ് നമ്മളിപ്പോ ഇപ്പോഴത്തെ ഡിസ്കഷൻ ഇപ്പൊ പറഞ്ഞത്. അത് മംഫിയാക്കിയാൽ എന്ത് ചെയ്യും, അത് ചെയ്യുന്നില്ല എന്നർത്ഥം വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു യഫ്അലു എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, അവനൊരു പുരുഷൻ ചെയ്യുന്നു എന്നാണ്. ഇനി അത് ചെയ്യുന്നില്ല എന്നാക്കാൻ എന്ത് ചെയ്താൽ മതി, ലാ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മാലിക്ക് എന്തായിരുന്നു ചേർത്ത് കൊടുത്തത്? മാ ആയിരുന്നു ചേർത്ത് കൊടുത്തത് അല്ലെ. ഫഅലയിലേക്ക് മാ വന്നപ്പോ മാ ഫഅല ആയപ്പോ എന്തർത്ഥം വന്നു? ചെയ്തില്ല എന്നർത്ഥം വന്നു. ഇവിടെ യഫ്അലുയിലേക്ക് ലാ വരുമ്പോ ലാ യഫ്അലു എന്നാവുമ്പോ ചെയ്തില്ല എന്നുള്ള അർത്ഥം വരും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ചെയ്യുന്നില്ല. ഓക്കെ, ചെയ്തില്ല എന്ന് പറഞ്ഞ് സോറി ചെയ്യുകയില്ല ഓർ ചെയ്യുന്നില്ല. പ്രസന്റിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ നെഫി ചെയ്യുന്നു, മംഫി ആകുന്നു. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ ഒന്ന് പഠിക്കാന്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് ആക്ടിവിറ്റീസുകൾ കൂടി ബാക്കിയുണ്ടായിരുന്നു, അത് ചെയ്തു. പുതിയ കുറെ വേർഡുകൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ തെറ്റുകൾ കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം, ഒരു സെന്റൻസ്, ഒരു സബ്ജക്റ്റ്, ഒരു കർത്താവ് വരുമ്പോ അതിന് യോജിച്ച ഒരു ഫീൽ ആയിരിക്കണം നമ്മൾ ചേർക്കേണ്ടത്. ഞാൻ വന്നിട്ട് അതിന്റെ കൂടെ പോയി എന്ന് വരാൻ വേണ്ടിയിട്ട് ദഹബ പറയാൻ പറ്റൂല. അന വന്നു കഴിഞ്ഞാൽ ദഹബത്തു എന്ന് പറയണം. നഹ്നു വന്നു കഴിഞ്ഞാൽ ദഹബന എന്ന് പറയണം. ഒരു സ്ത്രീ വന്നാലും 2 സ്ത്രീകൾ വന്നാലും നീ ഒരു സ്ത്രീ എന്നാണെങ്കിലും നിങ്ങൾ 2 സ്ത്രീകൾ എന്നാണെങ്കിലും ഒക്കെ അവിടെ മാറ്റം വരുന്നുണ്ട്.
മാറ്റാണ് പ്രധാനമായിട്ട് നമുക്ക് ഈ പാഠങ്ങളിൽ പഠിക്കാനുള്ള ഒരു വിഷയം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് മാലി കഴിഞ്ഞ് മുതാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മുസ്തഖ്ബില് ഒരു മുതാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിൽ യഫ്അലു സർഫാക്കി. യഫ്അലുവിനെ പോലെ കുറച്ച് ഫീലുകൾ തന്നു, നമുക്ക് സർഫാക്കി നോക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഈ അതേപോലെ തന്നെ മാലി നമ്മൾ മംഫിയാക്കിയ പോലെ മുതാരി നമ്മൾ എങ്ങനെ മംഫിയാക്കും എന്നും നമ്മൾ നോക്കി. ലാ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്നില്ല, ചെയ്യുകയില്ല എന്നർത്ഥമാവും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?